എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ കത്തിയെടുത്ത് പെരുമാറുന്നവരല്ല, പേന കൊണ്ടും പുസ്തകം കൊണ്ടും പെരുമാറുന്നവരാണ്. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഒരു ക്യാമ്പസിൽ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ ക്യാമ്പസിലുള്ള രാഷ്ട്രീയ സാഹചര്യം വളരെ രോഗഗ്രസ്തമാണ്. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. അത് അപകടകരമായ ഒരു സ്ഥിതിയിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടായില്ല. ഇപ്പൊ ഈ മഹാരാഷ്ട്രയിൽ ഉണ്ടായ കാര്യത്തെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അടിക്ക് പേര് കേട്ട കോളേജാ. അവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ടായത്? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടന, എനിക്കും ആ സംഘടന ഇഷ്ടമല്ല. വല്ലപ്പോഴേ കോളേജിൽ വരും, വന്നാലൊരടി ഉറപ്പാ. ആ സംഘടന അപകടകരമായ പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അത് സംശയമില്ലാത്ത കാര്യമാണ്. ആ സംഘടനക്കാർ അതിലെഴുതുന്നു, അതിന്റെ പുറത്ത് മറ്റൊരു സംഘടനക്കാർ വന്ന് വർഗീയത തുലയട്ടെ എന്ന്. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകളുണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങി. അതേ തുടർന്ന് ഒരു സംഘർഷം ഉണ്ടാകും. ഈ ക്യാമ്പസ് ഫ്രണ്ടിൽപ്പെട്ട ആളുകളെ SFIക്കാരെ അടിക്കുന്നു. ഇത് 9:30 മണിക്കാണ്. അടി കൊണ്ട് ഇവരെണ്ണത്തിൽ കുറവാണ്. അവർ പുറമേ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം തേടുന്നു. പുറമേ നിന്ന് വന്ന പോപ്പുലർ ഫ്രണ്ടുകാർ കടാരി എടുത്ത് പെരുമാറുന്നു. ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരിക്കുന്നു. ഒറ്റ കുത്തേ ഉള്ളൂ, ആള് മരിക്കും. ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് ഉണ്ടായത്. അപ്പൊ എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത്? പടിപടിയായിട്ടാണ് സംഘർഷം ഉണ്ടായത്. അല്ലാണ്ട് വെറുതെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇങ്ങോട്ട് വന്നിട്ട് പിച്ചാത്തി എടുത്ത് കുത്തല്ലേ. കുറച്ചെങ്കിലും ബുദ്ധി വേണം. അപ്പൊ ഞാൻ ഈ അക്രമത്തെ ന്യായീകരിക്കല്ല. അഭിമന്യു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ മരിക്കല്ലേ, എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ആ കോളേജിൽ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം എങ്ങനെയാണ്? രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ KSUവിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, MSFന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, ASFന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു ഇടതുപക്ഷ സംഘടനയല്ലേ, അവർക്ക് പോലും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ തേടി പോകുന്നത്. എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള താല്പര്യമുള്ള, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു CPM നേതാവാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും ശരിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് പല ആരോപണങ്ങൾ പത്രത്തിൽ വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. പക്ഷെ അദ്ദേഹത്തെ പോലീസ് പ്രതിയാക്കിയിട്ടില്ല, കസ്റ്റംസ് പ്രതിയാക്കിയിട്ടില്ല, NIA പ്രതിയാക്കിയിട്ടില്ല, ആരും പ്രതിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് ഇന്നലെ ഇവരുടെ കൈരളി ചാനലിൽ വന്നത് ശിവശങ്കറുമായി കസ്റ്റംസുകാർ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ്. ഒന്നും ആ വാക്കും ശ്രദ്ധിക്കും. അദ്ദേഹത്തെ ചോദ്യം ചെയ്യല്ല, അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാധീനായി, അങ്ങനെ പറയാം. മാധ്യമ പ്രവർത്തനത്തിന് പല സാധ്യതകളും പല സ്വാതന്ത്ര്യങ്ങളും. പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് വെണ്ടയ്ക്ക് വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. ഏതായാലും ശിവശങ്കറിനെ ചോദ്യം ചെയ്തു 9.5 മണിക്കൂർ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് കസ്റ്റംസുകാർക്ക് കിട്ടിയെന്ന് ആർക്കും വ്യക്തമല്ല. കസ്റ്റംസുകാർ നമ്മളോട് പറയാൻ അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരൻ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലെ വേറെ IAS ഉദ്യോഗസ്ഥൻ, ഞാൻ ആരുടെ പേര് പറയുന്നു, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് എന്തെങ്കിലും കൊള്ളരായ്മ കാണിച്ചാൽ അതിന് സർക്കാരിന് സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തമേ വരികയുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് നേരിട്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുകയില്ല. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. ഇവിടെ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ വെറും ഒരു IAS ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം IT സെക്രട്ടറി മാത്രമല്ല, അതിലുപരി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. സൂട്ടിട്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ, അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ ഇദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികളെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ സീരിയസ്നെസ് വന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിരൂപമാണ് ശിവശങ്കർ. ഈ സ്പ്രിംഗ്ലർ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ശിവശങ്കരൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ്? ഇടതുമുന്നണിയിൽ ഐക്യം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? MN സ്മാരകത്തിൽ പോയി കാനൻ രാജേന്ദ്രനായിട്ട് സംസാരിച്ചു. ഇന്ന ദിവസം വരെ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥന് MN സ്മാരകത്തിൽ പോയിട്ടുണ്ട്? ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റും. ഒരാളും പോയിട്ടില്ല. റവന്യൂ സെക്രട്ടറി പോലും പോയിട്ടാവാൻ സാധ്യതയില്ല. അഗ്രികൾച്ചർ സെക്രട്ടറിയും പോയിട്ടാവില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യങ്ങൾ നോക്കിയാൽ MN സ്മാരകത്തിൽ പോയി കാനൻ രാജേന്ദ്രനോ പന്നീൻ രവീന്ദ്രനോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥൻ ജോലി സമയത്ത് TV ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങൾക്ക് അറിയാമോ? എന്റെ അറിവിൽ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു, അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ് എന്ന ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ പുറത്താണ് ഇതുപോലെ ഭയാനകമായ ഒരു ആരോപണം. വെറും സ്വർണ്ണക്കടത്തല്ലല്ലോ, ഇതിന് ജാമ്യം കിട്ടൂല. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഇങ്ങനെ സപ്പോർട്ടായിട്ടില്ല. അങ്ങനെ ഇത്ര പ്രോംപ്റ്റായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ
അതിഭയാനകമായ ഒരു കള്ളക്കടത്ത് അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനം, രാജ്യദ്രോഹം നടക്കുമ്പോൾ അതിന് ചൂട്ടുപിടിച്ചു എന്ന് ജനസാമാന്യത്തിന് ബോധ്യമുള്ളൊരു കാര്യത്തിൽ പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ ഈ ശിവശങ്കറിന് ഇപ്പോഴും മുഖ്യമന്ത്രിയും അതുപോലെ ഗോവിന്ദ മാഷ പോലുള്ള ആൾക്കാർ എടുത്ത് ഒക്കത്തോ ചൂണ്ടെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. രാജേഷ് പറഞ്ഞ വഴിക്ക് പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ കൊടുത്തിട്ടാ വന്നേക്കണേ. എന്തിനാണെന്നറിയാമോ? സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ. സസ്പെൻഡ് ചെയ്ത വിഷയം പോയില്ലേ. അതുകൊണ്ട് ഗോവിന്ദ മാഷ് ഇവരുടെയൊക്കെ അജണ്ട നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇടതുപക്ഷക്കാർ ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ നിന്നാൽ അവർ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്യാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശ്രീ ഷാഫി പറമ്പിൽ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യം, ഉത്തരവാദിത്തമുള്ള ഒരു നിയമസഭാ സാമാജികൻ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ ഉന്നയിക്കുന്നു. അദ്ദേഹം ചില ചോദ്യങ്ങൾ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പോകുന്നവനാ. അത് നിയമസഭാ തലത്തിൽ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. ആ മുഖ്യമന്ത്രിയുടെ മറുപടി മുഴുവൻ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് എന്ന് ഒഴിഞ്ഞു മാറുകയാണ് നമുക്ക് മന്ത്രി പോകുന്നു. വോട്ട് അയാൾക്ക് പണ്ടീരെ വില കൂടിയാലെന്തരും കുറഞ്ഞാലെന്തരും 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഷാഫി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അടിസ്ഥാനരഹിതം എന്ന് മുഖ്യമന്ത്രി പറയുന്ന ആരോപണങ്ങൾ ഒരു സ്ത്രീ വീണ്ടും വീണ്ടും ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവരുടെ പേരിൽ നിയമ നടപടി കൈക്കൊള്ളുന്നില്ല? സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ, അത് സംശയമൊന്നല്ല, സത്യമല്ലേ. അവർക്കെതിരെ സിവിലായിട്ടോ ക്രിമിനലായിട്ടോ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? ന്യായമായ ചോദ്യം. നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. ശ്രീ മാത്യു കുഴൽനാടൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ഇന്ന് വീണ്ടും ഉന്നയിക്കുന്നു. നിയമസഭാ തലത്തിൽ ചോദിക്കുന്ന പോലെയല്ലോ, പുറത്ത് അദ്ദേഹം ഈ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ. ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, പറയൂ സർക്കാരെ. ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന പുറത്ത് അദ്ദേഹവും പറയുന്നു, മുഖ്യമന്ത്രി എന്റെ പേരിൽ നിയമ നടപടി കൈക്കൊള്ളട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്. ഞാനങ്ങനെ അവസാനിപ്പിക്കും. നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും അതൊരു ചോദ്യമല്ലേ, എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞൊരു MLA, അദ്ദേഹം നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, വെറും ഒരു MLA, അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേസെടുക്കും. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. ഭയപ്പെടാതെ അമ്മച്ചരെ. അപ്പൊ എനിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ഒരു MLA പോയിട്ട് പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണ്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ച ആളാണ്. നാണല്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. മാത്യു കുഴൽനാടനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ന്യായമായ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള വിഷയം. എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി വാചാടോപം നടത്തുന്നു. അദ്ദേഹം ചില പഴഞ്ചൊല്ലുകൾ ഉദ്ധരിക്കുന്നു. പഞ്ചായത്തര കഥ പറയും. പഞ്ചായത്തര കഥ അല്ലല്ലോ നമുക്ക് വേണ്ട. തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് മലയാളികൾ പ്രതീക്ഷിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? സ്വർണ്ണക്കടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് പറയേണ്ടത്. ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ആരും വിശ്വസിക്കുമായിരുന്നു. പക്ഷെ പഠിപ്പ് വിവേകമുള്ള മാഷൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. നേർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ നിലയിൽ ആളുകൾ വിശ്വസിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഇവർ എത്തിച്ചിരിക്കും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.